ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ രാജ്യാന്തര ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനം കഴിഞ്ഞ് ആര്യ തന്റെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം തലസ്ഥാനത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റാൻ താൽപര്യപ്പെടുന്നു എന്ന വാർത്തയാണ് സജീവ ചർച്ചാ വിഷയം. ഒരു സ്ഥലം മാറ്റം എന്നതിലുപരി വ്യക്തിജീവിതത്തിലെ സാഹചര്യങ്ങളും പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയപരമായ കണക്കുകൂട്ടലുകളും ഇതിന് പിന്നിലുണ്ട്. ആര്യ രാജേന്ദ്രൻ എന്ന യുവ നേതാവിന്റെ ഇപ്പോഴത്തെ ഈ താൽപര്യത്തിന് പിന്നിലെ പ്രധാന കാരണം വ്യക്തിജീവിതമാണ്. ബാലുശ്ശേരി MLA ആയ KM സച്ചിൻ ദേവാണ് ആര്യയുടെ ജീവിത പങ്കാളി. സച്ചിൻ കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മേയറുടെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ കാരണം ആര്യ തിരുവനന്തപുരത്തായിരുന്നു. ഒരു യുവ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അവർക്ക് പാർട്ടി പരിപാടികളിലും ഒപ്പം ഒരമ്മ, ഭാര്യ എന്ന നിലയ്ക്ക് കുടുംബത്തോടൊപ്പവും സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ തൊഴിൽപരമായ ആവശ്യകതകളും കുടുംബപരമായ ബാധ്യതകളും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള വെല്ലുവിളി ആര്യയുടെ കാര്യത്തിലും പ്രസക്തമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവർക്ക് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും കോംപ്രമൈസുകൾ വേണ്ടിവരും. ഈ സാഹചര്യത്തിൽ ഭർത്താവിനൊപ്പം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആര്യ താൽപര്യപ്പെടുന്നത് തികച്ചും സ്വാഭാവികമാണ്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന ആധുനിക സങ്കല്പം രാഷ്ട്രീയത്തിലെ നേതാക്കൾക്കും അനിവാര്യമാണല്ലോ. മേയർ എന്ന നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് പ്രാദേശിക ഉത്തരവാദിത്വമെങ്കിലും DYFI സംസ്ഥാന നേതാവ് എന്ന നിലയിൽ കോഴിക്കോട് ഉൾപ്പെടെ മറ്റ് ജില്ലകളിലെ സംഘടനാ പരിപാടികളിലും ആര്യ സജീവമാണ്. കോഴിക്കോട് പോലുള്ള ഒരു പ്രധാന രാഷ്ട്രീയ കേന്ദ്രത്തിലേക്ക് ആര്യയുടെ പ്രവർത്തന മണ്ഡലം മാറുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുകളും സജീവമാണ്. പാർട്ടി യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവാണ്. ഉത്തര കേരളത്തിൽ, പ്രത്യേകിച്ച് പാർട്ടിക്ക് ശക്തമായ വേരുകളുള്ള കോഴിക്കോട് ജില്ലയിൽ ആര്യയെപ്പോലെ ശ്രദ്ധേയയായ ഒരു യുവ നേതാവ് കേന്ദ്രീകരിക്കുന്നത് സംഘടനയ്ക്കും പുത്തൻ ഉണർവ് നൽകിയേക്കാം. വ്യക്തിപരമായ സൗകര്യത്തിനൊപ്പം സംഘടനാപരമായ സാധ്യതകളും ഈ മാറ്റത്തിൽ പാർട്ടി പരിഗണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആര്യയുടെ മാറ്റം ഭാവി രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം മേയറായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് CPM അവകാശപ്പെടുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് അവരെ വീണ്ടും ഇവിടെ മത്സരിപ്പിക്കുന്നില്ല എന്ന ചോദ്യം BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ഇതിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. മികച്ച മേയറായിരുന്ന ആളെ ഡെപ്യൂട്ടി മേയറാക്കാൻ വേണ്ടി മത്സരിപ്പിക്കില്ല. നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ആണ് പരിഗണിക്കുക. ലോകം ശ്രദ്ധിച്ച മേയറാണ് ആര്യയെന്നും അദ്ദേഹം പ്രകീർത്തിച്ചു. ഈ പ്രസ്താവന ആര്യയുടെ ഭാവി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മേയർ എന്ന പ്രാദേശിക ഭരണപരമായ തലത്തിൽ നിന്ന് നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഉള്ള ചുവടുമാറ്റത്തിന് പാർട്ടി ആര്യയെ സജ്ജമാക്കുന്നു എന്ന സൂചനയാണിത്. രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം കോഴിക്കോട്ടേക്ക് മാറ്റുന്നതോടെ ആര്യയെ വടക്കൻ കേരളത്തിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിലോ മത്സരിപ്പിക്കാനുള്ള സാധ്യത പാർട്ടി പരിഗണിച്ചേക്കാം. പ്രാദേശിക ഭരണപരിചയമുള്ള ഒരാൾ ദേശീയ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്ക് എത്തുന്നത് രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രായോഗികമായ കാഴ്ചപ്പാടുകൾ നൽകും. ഇതൊരു വ്യക്തിഗത താൽപര്യത്തിനപ്പുറം ആര്യ രാജേന്ദ്രൻ എന്ന യുവ നേതാവിനെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള CPMന്റെ ദീർഘവീക്ഷണമുള്ള നീക്കമായും വിലയിരുത്താം. 21 വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ സ്ഥാനമേറ്റത് തന്നെ ചരിത്രമായിരുന്നു. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റായിരിക്കെയാണ് അവർ ഈ നേട്ടം കൈവരിച്ചത്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് യുവത്വത്തിന് നൽകുന്ന പ്രാധാന്യം അടിവരയിട്ട് കാണിക്കാൻ CPM ഇത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. സാധാരണയായി വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള നേതാക്കളാണ് ഇത്തരം സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ ആര്യയുടെ മേയർ സ്ഥാനത്തേക്കുള്ള വരവും വിദ്യാഭ്യാസവും യുവത്വവും രാഷ്ട്രീയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് തെളിയിച്ചു. ഇപ്പോൾ കോഴിക്കോട്ടേക്കുള്ള ഈ ചുവടുമാറ്റം ഈ യുവ നേതാവിന്റെ രാഷ്ട്രീയ വളർച്ചയുടെ സ്വാഭാവികമായ പരിണാമമാണ്. വിവാഹം, മാതൃത്വം, തൊഴിൽപരമായ ആവശ്യകതകൾ എന്നിവയെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഒത്തുകൊണ്ടുപോകാനുള്ള ഒരു നേതാവിന്റെ ശ്രമമെന്ന നിലയിലും ഈ മാറ്റം പ്രാധാന്യമർഹിക്കുന്നു. ഇത് മറ്റ് യുവരാഷ്ട്രീയ പ്രവർത്തകർക്കും മാതൃകയാക്കാവുന്ന സമീപനമാണ്. ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുന്നത് CPM സജീവമായി പരിഗണിക്കുന്നു എന്ന വാർത്ത കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രധാന മാറ്റത്തെ കൂടി സൂചിപ്പിക്കുന്നു. ഇത് കേവലം ഒരു സ്ഥലം മാറ്റമല്ല. യുവ നേതാവിന്റെ വ്യക്തിപരമായ സൗകര്യവും സംഘടനാപരമായ സാധ്യതകളും ഭാവി തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയവും ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ആര്യ രാജേന്ദ്രൻ എന്ന യുവ നേതാവിന്റെ കഴിവിൽ CPM അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണിത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഉത്തര കേരളത്തിലെ കൂടുതൽ വിശാലമായ രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്ക് ചുവടുവെക്കുന്ന ആര്യ രാജേന്ദ്രന്റെ ഭാവി രാഷ്ട്രീയ യാത്ര കേരളം ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത്.